ആഴം വെളിപ്പെടുത്തി ഒരു ഹ്രസ്വചിത്രം. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ നെഹ്റു കോളേജ് ചരിത്ര വിഭാഗവും മാസ്റ്റർപീസ് ഫിലിംസും ചേർന്നാണ് പെയ്തൊഴിയാതെ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയത്. അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കണമെന്ന സന്ദേശമാണ് പെയ്തൊഴിയാതെ പങ്കുവയ്ക്കുന്നത്. കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അവരുടേതായ മേഖലകളിൽ ഉന്നതങ്ങളിലേക്ക് ചുവടുവയ്ക്കുമെന്ന് 16 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ചൂണ്ടിക്കാട്ടുന്നു. 3ാം ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്. ഒന്നും മര്യാദക്ക് വരുന്നില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം മാഷേ. നമുക്ക് പഠിപ്പിച്ച് വിട്ടാ പോരെ, അവർ വേണമെങ്കിൽ നന്നായിക്കോട്ടെ. അധ്യാപകനാകാൻ വിചാരിച്ചാൽ ആർക്കും പറ്റും. പക്ഷേ ഒരു നല്ല അധ്യാപകനാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി വിനോദ് മാരാർ നിർമ്മിച്ച ഹ്രസ്വചിത്രം ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശ്രീജിത്ത് മേലോടനാണ് സംവിധാനം ചെയ്തത്. എല്ലായിടത്തും ഇപ്പോൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതായത് കുട്ടി ഡോക്ടറാണോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആണോ, അച്ഛനമ്മമാർ അവരെ മാക്സിമം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക, അങ്ങനെ പഠിപ്പിച്ചെടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു മാഷ് ആ കുട്ടിയെ കണ്ട് ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് അപ്പോൾ അത് കണ്ടിട്ട് അവനെ ആ ഒരു നിലയിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമാണിത്. നീലേശ്വരം, പടിഞ്ഞാറ്റൻകോവൽ, അഴിത്തല, പ്ലാച്ചിക്കര, NSS UP സ്കൂൾ എന്നിവിടങ്ങളിൽ 3 ദിവസം കൊണ്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. മീര നാരായണന്റേതാണ് പെയ്തൊഴിയാതെയുടെ തിരക്കഥ. വിജിലേഷ് ഛായാഗ്രഹണം നിർവഹിച്ചു. ഗുരുശിഷ്യ ബന്ധത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് സൗഹൃദവും കൂടി ഉണ്ടാകേണ്ടതിന്റെ പ്രസക്തിയും ചിത്രം വരച്ചു കാട്ടുന്നു. എൻ്റെ നൊസ്റ്റാൾജിക് പ്ലേസ്. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമുണ്ട് ഇവിടെ. എന്നെ ഞാനാക്കിയ എൻ്റെ ലോകമാണ് സിദ്ധു ഇത്. KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.